Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പോൾ നിങ്ങൾ പലരും HSI ഫിസിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങിയവരാകാം. ഇനി അതും അല്ലെങ്കിൽ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുന്നവരുണ്ടാകും അല്ലേ? അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ HSI പോലുള്ളൊരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയാണ്? SCERT പാഠഭാഗമാണെന്ന് പറഞ്ഞു. ഇപ്പൊ HSI ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ചാണെങ്കിൽ 8, 9, 10 ഫിസിക്സ്, കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പൊ പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ആണ്, നമ്മൾ അത് അറിഞ്ഞു വെച്ചിട്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ വരിക, അല്ലെങ്കിൽ അതിനേക്കാളും സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് അല്ലേ വരിക എന്നിപ്പോ ചിന്തിക്കുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. അത് ഏത് സ്റ്റാൻഡേർഡ് വരെ പോകുമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ SCERT പാഠഭാഗങ്ങളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പൊ പലരും പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും HSI ഫിസിക്കൽ സയൻസ് പഠിക്കുന്ന കുറെ പേരെങ്കിലും സിലബസ് മാത്രം നോക്കിയിട്ട് SCERT പാഠഭാഗങ്ങൾ വലിയ പരിചിതമല്ലാതെ പോകുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ HSI ഫിസിക്കൽ സയൻസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്, ആ മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് SCERT 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ പാർട്ട് 1ന്റെ ഫസ്റ്റ് ഇൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ആറ്റത്തിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ്. സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് അവിടെ തന്നെ ഒരു മാറ്റം വന്നു. ഇത്രയും നാളും നമ്മളൊക്കെ പഠിച്ചപ്പോഴ് രണ്ടാമത്തെ ചാപ്റ്റർ നോക്കുക, പീരിയോഡിക് ടേബിൾ ആണ് അല്ലെ. നമ്മൾ ഇത്രയും നാളും പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ചാപ്റ്റർ നമ്മളെ രാസബന്ധനം അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ കയറി വന്നിട്ടുണ്ട്. അത് തന്നെ വലിയൊരു മാറ്റമാണ് അല്ലെ. ശരിക്കും നമ്മൾ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷമാണ് ആക്ച്വലി എന്ത് പഠിക്കേണ്ടത്? കെമിക്കൽ ബോണ്ടിങ്, അതിന്റെ ബോണ്ടിങ് പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഓർഡർ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ വന്നിട്ട് പീരിയോഡിക് ടേബിളും, മൂന്നാമത്തെ ചാപ്റ്റർ എന്തായി? രാസബന്ധനവുമായി. ഇനി നോക്കുക, നാലാമത്തെ ചാപ്റ്റർ റിഡോക്സ് പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ റിഡോക്സ് റിയാക്ഷന് വളരെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് ആ ഒരു ചാപ്റ്റർ പോയിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കിയാൽ അറിയാം. അപ്പൊ ഇത്രയുമൊക്കെ മാറ്റമാണ് പാർട്ട് 1ൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ പുറംഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, ആറ്റത്തിന്റെ ഘടന എടുത്തു. അതില് ഇത്രയും നാളും ഇല്ലാണ്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കയറിയിരിക്കുന്നതാണ് കാഥോഡ് രശ്മികളുടെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്. അപ്പൊ അതിൽ വ്യക്തമായിട്ട് കാഥോഡ് രശ്മികൾ എങ്ങനെയാണ് കണ്ടെത്തിയത്, അതുകൂടാതെ ഈ കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ചെയ്തിരിക്കുന്ന പരീക്ഷണങ്ങൾ എന്താണ്, അതിൽ നിന്ന് കാഥോഡ് രശ്മികളിലെ എന്തൊക്കെ സവിശേഷതകളാണ് ലഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എവിടെ പഠിച്ചു പോകുന്നുണ്ട്? 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ഇനി അടുത്തത് വരികയാണെങ്കിൽ റുദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അത് നമ്മൾ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ്? +1ലാണ് അല്ലെ, ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഇവിടെയും ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നോക്കുക, റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ ഫലങ്ങളായ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന കേന്ദ്രമുണ്ട്. അതുപോലെ ആറ്റത്തിന്റെ വലുപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ അല്ലെ, അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് 9ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം, എന്താണ്? SCERT ടെക്സ്റ്റിന്റെ തന്നെ സ്റ്റാൻഡേർഡ് കൂടി അല്ലെ, കുട്ടികൾക്ക് ഡെപ്തിൽ തന്നെ 9ൽ തന്നെ പഠിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ SCERT ടെക്സ്റ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പോവുകയാണെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, മൗലിക കണങ്ങൾ. നമ്മളറിയാം അല്ലെ, ആറ്റത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രോട്ടോണെയും ഇലക്ട്രോണെയും ന്യൂട്രോണെയും പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും നാൾ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നു? പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും മൗലിക കണങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ നോക്കുക, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരാറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്നും നമുക്കറിയാവുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അതൊരു മൗലിക കണമാണ്. എന്നാൽ
പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവുന്നത് 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ്. അതിനാൽ അവയെ മൗലിക കണങ്ങളായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ഒരു ബേസില് എന്തിനെ മാത്രമാണ് ഇപ്പൊ മൗലിക കണമായിട്ട് കണക്കാക്കുന്നുള്ളൂ? ഇലക്ട്രോണിനെ മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ അഡീഷണൽ ഫാക്ട്സ് ഒക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണ്. അതേതാണ്? പീരിയോഡിക് ടേബിൾ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിളിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഴയ ടെക്സ്റ്റിലാണെങ്കിലും പീരിയോഡിക് ടേബിൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പറഞ്ഞിരുന്നു. അതിൽ അഡീഷണൽ ആയിട്ട് ചേർത്തിരിക്കുന്നത് പുതുതായിട്ട് കണ്ടെത്തിയ മൂലകങ്ങളെ കുറിച്ചിട്ടാണ്. അതായത് 2016 4 മൂലകങ്ങൾ കൂടെ എന്താണ് പീരിയോഡിക് ടേബിൾ ആഡ് ചെയ്തിട്ടുണ്ടായി. അത് ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ 12ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് ഒരു ഫാക്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നോക്കുക, 12ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങളായി പൊതുവെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവ സംക്രമണ മൂലകങ്ങളല്ല എന്നുള്ളൊരു ഫാക്ട് എവിടെ പറയുന്നുണ്ട്? ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം അല്ലെ, നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ്. അതിൽ ഈ 12ാം ഗ്രൂപ്പ് നമ്മൾ എന്തിലാ പറയുന്നത്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എടുത്തു പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്താണ് 12ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് സംക്രമണ മൂലകങ്ങളല്ല എന്നുള്ളൊരു അഡീഷണൽ ഫാക്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. നോക്കുക കേട്ടോ. ഇനി നോക്കുക, ഇനി പറഞ്ഞിരിക്കുന്നതാണ് ട്രാൻസ് യുറേനിയം മൂലകങ്ങള്. അവ ഏതൊക്കെയാണ്, അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബേസിക്കലി എവിടെയാണ് സ്ക്രീനിങ് എഫക്റ്റും ഷീൽഡിംഗ് എഫക്റ്റ് ഒക്കെ പഠിക്കുന്നത്? എപ്പോഴും +1 ഒക്കെ ചെല്ലുമ്പോഴായിരുന്നു അല്ലെ. അപ്പൊ എന്താണ് ഷീൽഡിംഗ് പ്രഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, പീരിയോഡിക് ടേബിൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് എന്താണ്? പുതുതായിട്ട് രൂപീകരിക്കപ്പെട്ട മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ഷീൽഡിംഗ് എഫക്റ്റിനെ പറ്റി പറഞ്ഞു. അതുപോലെ 12ാം ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് വന്ന് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താണ്? നമ്മൾ അയണൈസേഷൻ എനർജി, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇതൊക്കെ നമ്മൾ എവിടം തൊട്ടേ അറിയുന്നുണ്ട്? 9ാം ക്ലാസ് തൊട്ടേ അറിയുന്നുണ്ട്. അപ്പം വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ. കാരണം എന്താണ്? നമ്മൾ രാസബന്ധനം മാത്രം പഠിച്ചിട്ട് അതിൽ ഈ ഊർജത്തെ പറ്റി ഒന്നും വലിയൊരു എക്സ്പ്ലനേഷൻ ഇല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് വേയിലൂടെ അല്ല പഠിച്ചു പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുക, ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്താണ്, അയോണീകരണം ഊർജം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് വ്യക്തമായൊരു ധാരണ ഈ രാസബന്ധനം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോളാർ സ്വഭാവവും തന്മാത്രകളുടെ ജാമിതീയ ആകൃതിയും അല്ലെ, നമ്മൾ മോളിക്കുലാർ സ്ട്രക്ചർ ഒക്കെ പഠിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ, അത് പോളാർ സ്വഭാവവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഹൈഡ്രജൻ ബന്ധനം അല്ലെ. ഹൈഡ്രജൻ ബന്ധനം വളരെ കറക്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആസിഡുകളുടെയും ബേസുകളുടെയും രാസസൂത്രം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അത് എഴുതുന്നത് എങ്ങനെയാണ് എന്നുള്ള ഓരോ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്ലാസ് കഴിഞ്ഞു പോയ സ്റ്റുഡൻസിനൊക്കെ തന്നെയാണെങ്കിലും ഇതിനെക്കുറിച്ചും ഇത്രയും നാളൊന്നും ഒരു വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, ഇവിടെ നല്ല കറക്റ്റ് ആയിട്ട് ഓരോ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ആസിഡുകളും ബേസുകളും രാസസൂത്രം എഴുതുന്ന വിധം എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യം. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ റിഡോക്സ് പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ഇവിടെ എന്താണ് ഓക്സീകാരി എന്താണ്, നിരോക്സീകാരി എന്താണ്, അതുപോലെ തന്നെ ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങള് നല്ല രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്സിഡേഷൻ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തത വരുത്തിയിട്ടാണ്
നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പോകുന്നത്. അപ്പം ഞാൻ ഇത്രയും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? SCERT ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഇത്രയും കാണിച്ചു തന്ന എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾക്കത് വ്യക്തമാണ്. അപ്പൊ നിങ്ങൾക്ക് ബേസ് ഒട്ടും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ SCERT ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ബേസ് തറമാക്കുക. ഇത് കെമിസ്ട്രിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഫിസിക്സും ഇതുപോലെ തന്നെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ അറിഞ്ഞു വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പൊ ആരെങ്കിലും ഇനി HSI ഫിസിക്കൽ സയൻസ് പഠിച്ചു തുടങ്ങാത്തവരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഇവിടെ റണ്ണിങ് ആണ്. നമ്മുടെ 2 ബാച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിലബസ് ബേസ് ക്ലാസ്സുകളെല്ലാം ആപ്പിൽ റെക്കോർഡഡ് ആയിട്ടുണ്ട്. ജനറൽ പേപ്പറിന്റെ ഉൾപ്പെടെയുള്ള ലൈവ് സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. മലയാളത്തിൽ PDF നോട്ട്സ് ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ പ്രത്യേകതകളോടും കൂടിയിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ HSI ഫിസിക്കൽ സയൻസ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി HSI ഫിസിക്കൽ സയൻസ് പഠിക്കാൻ തുടങ്ങുന്നവരോടാണ് ഞാൻ പറയുന്നത്, SCERT പാഠഭാഗങ്ങൾ തന്നെ നല്ല രീതിയിൽ ബേസ് പഠിച്ചു പോവുക. ഇതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്